വീഡിയോയില് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ ഒരു അറിയാം. പ്രേമം തിയേറ്ററിലെ കൊച്ചുകുട്ടികളായിരുന്നു കണ്ട കുട്ടികളാണ് എന്റെ മുമ്പിൽ. സിദ്ധവാസിലെ എന്റെ അനുജത്തിമാർക്കും മാനേജ്മെന്റിനും നമസ്കാരം. എന്താ പറയാ, അത് ഇച്ചിരി ബ്രാൻഡായി പോട്ടെ. യൂഷ്വലി ഞാൻ ഇത്തരം പരിപാടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സ്പീച്ച് നടത്തിയ ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ തോന്നിയൊരു കാര്യം ഞാനിങ്ങനെ പറയാനുണ്ട്. അതായത് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ അതിന് ആദ്യത്തെ ഒരു ഓഡീഷൻ സമയത്ത് എനിക്കൊരു കാലിലൊരു ആക്സിഡന്റ് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 40-45 ദിവസത്തോളം ബെഡ് റെസ്റ്റ് ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ മാക്സിമം ടി വി കണ്ട് നോക്കി, ടി വി കണ്ട് ബോറടിച്ച് പയ്യ പുസ്തകങ്ങളിലേക്ക് മാറി. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്ത് വായിച്ചൊരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ ഒരു ഓഡീഷന്റെ സമയത്ത്. അതായത് ഓഡീഷന് പോകണോ, പോയാൽ എനിക്ക് കിട്ടുമോ, കാരണം എനിക്ക് അങ്ങനെ ഒരു സിനിമ ആരും പരിചയക്കാരൊന്നുമില്ല, അപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ സമയത്ത് എനിക്ക് ധൈര്യം തന്ന പുസ്തകമാണ്. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ഓഡീഷന് പോയി വളരെ ധൈര്യത്തോടുകൂടി ഇതിന് പങ്കെടുത്തു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് വിനീതിനെ കാണുന്ന അവിടെ വെച്ചതാണ്, ക്യാമറ ഫേസിങ് ആദ്യമായിട്ട് അവിടെ വെച്ചാണ്. കുറേ ലൈറ്റും കുറേ ആൾക്കാർ കുറേ സിനിമാക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, അതിൽ എന്നെ സെലക്ട് ചെയ്തതിൻ്റെ ഭാഗമായ സിനിമ എനിക്ക് ലഭിച്ചു. ആ സിനിമ ലഭിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിഷൻ പോകാൻ തീരുമാനമെടുത്തത്. അപ്പോൾ എനിക്ക് തോന്നാം പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പുസ്തകത്തിലെ ക്യാരക്ടർ ഒരു ജേർണി പോകും, ഒരു യാത്ര പോകണം. അപ്പോൾ ഈ യാത്ര എവിടെ എത്തും എന്നുള്ളത് ക്യാരക്ടറിന് അറിയില്ല. പക്ഷെ ആ യാത്ര ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് ആ ക്യാരക്ടറിന്റെ ലൈഫ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂണിയൻ ഇനാഗുറേഷൻ കഴിഞ്ഞു, യൂണിയൻ ഇനാഗുറേഷൻ ജയിച്ച പലരുണ്ട്, ജയിക്കാത്ത പലരുണ്ട്. പക്ഷെ പാർട്ടിസിപ്പേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പാർട്ടിസിപ്പേറ്റ് ഞാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ട്രിബ്യൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പുതിയ സിനിമയെ വേണ്ടിയിട്ട് ഭാഗമായി വരാൻ പറ്റുന്നതല്ല. അന്ന് ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഡിസിഷനാണ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴുണ്ടോ, ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ കളിയാക്കോ, എന്നെ ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് ആണ്. വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി.